ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂഞ്ച അവസ്ഥ തന്നെ. വേറെ ഒന്നുമല്ല, കാറ്ററിംഗ് ഉണ്ട് പറഞ്ഞ് മാനത്ത് നോക്കി നിൽക്കേണ്ട അവസ്ഥ. ഞാൻ പറഞ്ഞെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സങ്കടം മാത്രം വെച്ചോണ്ടിരുന്നിരിക്കല് മാത്രം ഉണ്ടാവും. നമ്മ വിട്ടെടുക്കോ? ഏയ് നെവർ. അതെനിക്ക് ഈ ചേട്ടനിന്ന് മനസ്സിലായി. ആരാണോ എന്താണോ ഒന്നും എനിക്കറിയില്ല. യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞ റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ കണ്ടപ്പോൾ ചേട്ടൻ എന്നെ തല്ലിയില്ല ബാക്കിയായിപ്പോയി. പിന്നെ നല്ല കമ്പനി ആയിട്ടോ. എന്തായാലും ഞാനും ഹാപ്പി, അവരും ഹാപ്പി. പിന്നെ അവരോട് ബൈ ബൈ പറഞ്ഞ ഇങ്ങോട്ട് പോകും. ഫുഡ് കഴിക്കാണ്ടിരിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാറ്ററിങ്ങിന് പോയാലും അറിയാലോ, ഇടയ്ക്കെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഞം തട്ടാം. എന്നാലും ഈ പ്രാവശ്യം ഞാൻ പെട്ടു. അതിന്റെ പേര് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ. അതുപോട്ടെ, നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് തട്ടാം. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയ തൂക്കുപാലം. കയറാൻ അതിലേറെ പേടിയുണ്ടായിരുന്നു. അമ്മ വിട്ടുകൊടുക്കില്ലല്ലോ. പിന്നെ 2 ഷോ കാണിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നടക്കും. അനന്തിക്കര വരുവാണെങ്കിൽ ഇത് എന്തായാലും മസ്റ്റായി. ഒറ്റക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേടിയാവും കേട്ടോ, എന്നെ പോലെ. പിന്നെ അതിലേറെ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെ കയറി ഇറങ്ങിയാലും നമുക്ക് പാടത്തെത്താൻ പറ്റും. കാറ്ററിങ്ങിന് പോയി കിട്ടുന്ന പൈസ ഇതിലേറെ തന്നെ ചിലവായി പോകും. അമ്മ കുറെ നാളായി പറയുന്നു അലുവ കഴിക്കാൻ ഇത് പോകും. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മ അപ്പം തന്നെ സാധിച്ചു കൊടുക്കണം. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതല്ലേ അല്ല. ഇനി ഇതേപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.